ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത ഓവർവ്യൂവിന്റെ 17ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 16 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഭഗവത്ഗീത യഥാരൂപം കൃഷ്ണകൃപാമൂർത്തി ഇസ്കോൺ സ്ഥാപകാചാര്യൻ A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 16 അധ്യായങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 17ാമത്തെ അധ്യായമാണ്. 17ാമത്തെ അധ്യായത്തിന്റെ പേര് ശ്രദ്ധാവിഭാഗങ്ങൾ എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ദേവാസുര ഭാവങ്ങൾ എന്നുള്ള അധ്യായം നോക്കിയിട്ടുണ്ടായിരുന്നു. ദൈവികമായിട്ടുള്ള സ്വഭാവത്തിനെ കുറിച്ചും ആസുരികമായിട്ടുള്ള സ്വഭാവത്തിനെ കുറിച്ചും ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു തന്നു. അതിൽ ദൈവീ സമ്പത്ത്, ദൈവികമായിട്ടുള്ള സ്വഭാവം നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുമെന്നും ആസുരികമായിട്ടുള്ള സ്വഭാവമാണെങ്കിൽ അത് നരകത്തിലേക്കാണ് നയിക്കുന്നതെന്നും നരകത്തിന് 3 വാതിലുകളുണ്ടെന്നും കാമം, ലോഭം, ക്രോധം എന്നിങ്ങനെ 3 വാതിലുകളുണ്ടെന്നും ആ 3 വാതിലുകളെയും ഒരു ബുദ്ധിയുള്ള വ്യക്തി ത്യജിക്കണമെന്നും ശാസ്ത്രമനുസരിച്ച് ഈശ്വരാരാധന നടത്തണമെന്നും ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. തസ്മാ ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതം. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ശാസ്ത്രം അനുസരിച്ച് തന്നെ ഒരു വ്യക്തി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് അവസാനത്തെ ശ്ലോകത്തിൽ, കഴിഞ്ഞ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കേട്ട സമയത്ത് അർജുനന് സംശയമുണ്ടായി. ഈ ശാസ്ത്രമൊന്നും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം വ്യത്യസ്തമായിട്ടുള്ള ആരാധനകളും വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ഗതി എന്താണ്, അവരുടെ വിശ്വാസം എന്താണ്, അവരേത് വിഭാഗത്തിൽ പെടും എന്ന അർജുനന് സംശയമുണ്ടായി. ആ സംശയമാണ് അർജുനൻ ചോദിക്കുന്നത് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ. യേ ശാസ്ത്രവിധി മുത്സൃജ്യ യജന്തേ ശ്രദ്ധയാന്വിതാഃ തേഷാം നിഷ്ഠാതു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമ. ശാസ്ത്രവിധി മുത്സൃജ്യ, ശാസ്ത്രവിധിയൊന്നും അനുസരിക്കാതെ അല്ലെങ്കിൽ ശാസ്ത്രമൊന്നും പഠിക്കാതെ സ്വന്തം മനസ്സിലെ ഇഷ്ടമനുസരിച്ച് ആരാധന ചെയ്യുന്ന ആളുകള്, പൂജകൾ ചെയ്യുന്ന ആളുകള്, യജ്ഞങ്ങൾ ചെയ്യുന്ന ആളുകൾ, ദാനം ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ ഏത് വിശ്വാസത്തിൽ പെടുന്ന ആളുകളാണ്? അവരുടെ ഗുണം ഏതാണ്? സത്വഗുണമാണോ, രജോ ഗുണമാണോ, തമോ ഗുണമാണോ എന്ന് അർജുനൻ ചോദിച്ച സമയത്ത് അതിന്റെ മറുപടിയാണ് ഈ ഒരു അധ്യായം. വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായിട്ടുള്ള ദാനങ്ങളെക്കുറിച്ചും യജ്ഞങ്ങളെക്കുറിച്ചും ആഹാര രീതികളെക്കുറിച്ചും ഒക്കെ ഭഗവാൻ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഈ അധ്യായത്തിനെ നമ്മൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി വ്യത്യസ്ത ഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. 6 ഭാഗമായിട്ട് ഈ അധ്യായത്തിനെ നമ്മൾക്ക് തിരിക്കാൻ സാധിക്കും. 28 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. 17ാമത്തെ അധ്യായം ശ്രദ്ധാവിഭാഗങ്ങൾ. ശ്രദ്ധാവിഭാഗങ്ങൾ എന്നാണ് ഈ അധ്യായത്തിന് കൊടുത്തിട്ടുള്ള പേര്. അപ്പൊ നമ്മൾക്ക് ഏതൊക്കെ ഭാഗമായി തിരിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളിൽ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളിൽ വിശ്വാസത്തിന്റെ ഗുണവിഭജനത്തിനെ കുറിച്ച് പറയുന്നു. വ്യത്യസ്ത വിശ്വാസങ്ങളും അതിന്റെ ഗുണവിഭജനം, ഏത് ഗുണത്തിലാണ് വരുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആദ്യത്തെ ഭാഗത്ത് 6ാമത്തെ ശ്ലോകം വരെ വിശ്വാസത്തിന്റെ ഗുണവിഭജനമാണ് പറയുന്നത്. 7 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ ആഹാരത്തിന്റെ ഗുണവിഭജനമാണ് പറയുന്നത്. ഗുണത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ആഹാരം 2ാമത്തെ ഭാഗത്ത് പറയുന്നു. 7 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ ആഹാരത്തിന്റെ ഗുണവിഭജനം. 11 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ 3 ഗുണങ്ങളിലുള്ള യജ്ഞങ്ങൾ, 3 ഗുണത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. യജ്ഞത്തിന്റെ ഗുണവിഭജനമാണ് പറയുന്നത് 3ാമത്തെ ഭാഗത്ത്. 11 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ 14 മുതൽ 19 വരെ
മൂന്ന് വിധം തപസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. മൂന്ന് വിധം തപസ്സുകൾ ഏതൊക്കെയാണ് എന്ന് നാലാമത്തെ ഭാഗത്ത് 14 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അഞ്ചാമത്തെ ഭാഗം 20 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളിൽ മൂന്ന് വിധം ദാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മൂന്ന് വിധത്തിലുള്ള ദാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അവസാനത്തെ ഭാഗം ആറാമത്തെ ഭാഗത്ത് 23 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളിൽ ഓം തത്സത് എന്താണെന്ന് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. ഓം തത്സത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓം തത്ത് സത്ത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അവസാനത്തെ ഭാഗത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ 6 ഭാഗമായിട്ട് നമ്മൾക്ക് ഈ അദ്ദേഹത്തിന് തിരിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് ഭാഗമെന്ന് മനസ്സിലായോ? 6 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, നമുക്ക് ശ്ലോകങ്ങൾ നോക്കാം. ആദ്യത്തെ ശ്ലോകം അർജുനന്റെ ചോദ്യമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, അവസാന ഭാഗത്ത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യാകാര വ്യവസ്ഥിതു. അതുകൊണ്ട് ശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കി വേണം നമ്മൾ എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്യാൻ. നമ്മുടെ ആരാധനയായാലും നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളായാലും ദാനമായാലും തപസ്സായാലും ആഹാരം സ്വീകരിക്കുന്നതായാലും നമ്മുടെ പ്രവൃത്തികളെല്ലാം ശാസ്ത്രത്തിന് അടിസ്ഥാനമാക്കിയാണെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കും, അല്ലെങ്കിൽ അതിന് ഫലമുണ്ടാവില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജുനന്റെ സ്വാഭാവികമായിട്ടുള്ള സംശയം, എല്ലാവരും ഈ ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ ആ ശാസ്ത്രമൊന്നും മനസ്സിലാക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ ആരാധനാ രീതികൾ അത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്ന് അർജുനൻ ചോദിക്കുന്നു. ഒന്നാമത്തെ ശ്ലോകം അതാണ്. അർജുന ഉവാച യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തേ ശ്രദ്ധയാനിദാഹം തേഷാം നിഷ്ഠാതു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമ. ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ സ്വന്തം ഭാവനയനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ആരാധനകൾ ചെയ്യുന്നവരുടെ വിശ്വാസം ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്നാണ് അർജുനൻ ചോദിച്ചിട്ടുള്ളത്. അതിന് മറുപടിയായിട്ട് ഭഗവാൻ പറയുന്നു രണ്ടാമത്തെ ശ്ലോകത്തിൽ, ശ്രീ ഭഗവാൻ വാച ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ സാത്വികി രാജസി ചൈവ താമസി ചേതി താം ശൃണു. 3 വിഭാഗത്തിലാണ് വിശ്വാസം ഉണ്ടാകുന്നത്. ശാസ്ത്രവിധി അനുസരിക്കാതെയുള്ള ആ വിശ്വാസങ്ങൾ. ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ. സ്വാഭാവികമായിട്ടും ദേഹം സ്വീകരിച്ചവർക്കൊക്കെ 3 വിഭാഗത്തിൽപ്പെട്ട വിശ്വാസങ്ങളാണ് ഉണ്ടാകുന്നത്. തമോ ഗുണത്തിലുള്ള വിശ്വാസം, രജോ ഗുണത്തിലുള്ള വിശ്വാസം, സാത്വിക ഗുണത്തിലുള്ള വിശ്വാസം. അതിൽ ഓരോ വിശ്വാസങ്ങളെ കുറിച്ചും ഭഗവാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. 4-ാമത്തെ ശ്ലോകത്തില് യജന്തേ സാത്വിക ദേവാൻ യക്ഷരക്ഷാംസി രാജസാം പ്രേതാൻ ഭൂതഗണാച്ചാന്യ യജന്തേ താമസാജന. സാത്വിക ഗുണത്തിലുള്ള ആളുകള് ദേവന്മാരെയാണ് ആരാധിക്കുന്നത് എന്ന് പറയും. നമ്മുടെ ഓരോരുത്തരുടെയും ആരാധനാ രീതികൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഏത് ഗുണത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 വിധത്തിലുള്ള ആരാധനയാണുള്ളതെന്ന് ഭഗവാൻ പറഞ്ഞു. സാത്വിക ഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും. സാത്വിക ഗുണത്തിലെത്തിയവർ മാത്രമേ ദേവന്മാരെ ആരാധിക്കുന്നുള്ളൂ. യജന്തേ സാത്വിക ദേവാൻ യക്ഷരക്ഷാംസി രാജസാം. രജോ ഗുണത്തിലുള്ളവര് യക്ഷരാക്ഷസന്മാരെയാണ് ആരാധിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും റിസൾട്ട് കിട്ടണം, പെട്ടെന്ന് ഫലം ലഭിക്കുന്നതിന് വേണ്ടി യക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കുബേരൻ അല്ലെ, കുബേരനൊക്കെ യക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആരാധനകൾ, പെട്ടെന്ന് ധനം ലഭിക്കണം, പെട്ടെന്ന് ഐശ്വര്യം ഉണ്ടാകണം എന്നൊക്കെ വിചാരിച്ച് ഉള്ള ആരാധനകൾ, അത് രജോ ഗുണത്തിലുള്ളതാണെന്ന് പറയുന്നു. പ്രേതാൻ ഭൂതഗണാശാന്യ യജന്തേ താമസാജന. തമോ ഗുണത്തിലുള്ളവര് ഭൂതപ്രേതങ്ങളെയാണ് ആരാധിക്കുന്നത്. ഭൂതാരാധന, പ്രേതാരാധന ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള ആരാധന, മറ്റു ജീവികളെ കൊന്നുകൊണ്ടുള്ള ആരാധന, ഇതൊക്കെ തമോ ഗുണത്തിലുള്ള ആരാധനാ രീതികളാണ്. ഇങ്ങനെ പ്രധാനമായിട്ട് 3 രീതിയിലാണ് ആരാധന ഉണ്ടാകുന്നതെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പിന്നീട് ആസുരികമായിട്ടുള്ള ആരാധനയെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്.
അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ തപോജനാഹ ദമ്പാഹങ്കാര സംയുക്ത കാമരാഗബലാന്വിത കർഷേന്ദ ശരീരസ്ഥം ഭൂതഗ്രാമം അചേതസ മാം ചൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുര നിശ്ചയാൻ. സ്വന്തം ശരീരത്തിനെ ഉപദ്രവിച്ചുകൊണ്ട് ചെയ്യുന്ന ആരാധനാ രീതികളൊക്കെ ആസുരികമായിട്ടുള്ള ആരാധനയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ദമ്പാഹങ്കാര സംയുക്ത കാമരാഗബലാന്വിത, കാമത്താൽ പ്രേരിതരായിട്ട് എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകണം എന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിനെ പോലും നശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആരാധനാ രീതികൾ. നമ്മൾ അസുരന്മാരുടെ തപസ്സുകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അവര് രാവണൻ ഒരു സമയത്ത് സ്വന്തം തലയറുത്തുകൊണ്ട് തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിരണ്യകശിപു തപസ് ചെയ്ത് അവസാനം അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ ചിതലരിച്ചു പോയി. എന്നിട്ടും അദ്ദേഹം തപസ് തുടർന്നു. ഇങ്ങനെ സ്വന്തം ശരീരത്തിനെ പോലും നശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആരാധന ആസുരികമായിട്ടുള്ള ആരാധനയാണെന്ന് ഭഗവാൻ പറയും. ഭഗവാൻ അതിനുശേഷം 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഒരു വ്യക്തിയുടെ എല്ലാ പ്രവൃത്തികളിലും ഈ ഗുണങ്ങൾ ബാധിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തികൾ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി ഏത് ഗുണത്തിലുള്ളതാണ്, ആ വ്യക്തിയിൽ ഏത് ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ യജ്ഞ തപസ് തഥാദാനം തേഷാം ഭേദമിമം ശൃണു. ഇഷ്ടപ്പെട്ട ആഹാരം സ്വീകരിക്കുന്നതിൽ ഗുണത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഗുണത്തിന്റെ ബാധയുണ്ട്. അതേപോലെ യജ്ഞദാന തപസ് തഥാദാനം, യജ്ഞം ചെയ്യുന്നതിൽ, തപസ് ചെയ്യുന്നതിൽ, ദാനം ചെയ്യുന്നതിൽ, ഇതിലൊക്കെ ഗുണം ഒരു വ്യക്തിയെ ബാധിക്കുന്നുണ്ട്. ആ ഗുണം ബാധിക്കുന്നതിനനുസരിച്ച് ഒരു വ്യക്തി ചെയ്യുന്ന തപസ് തമോ ഗുണത്തിലുള്ളതാകാം, രജോ ഗുണത്തിലുള്ളതാകാം, അല്ലെങ്കിൽ സാത്വിക ഗുണത്തിലുള്ളതാകാം. അതെല്ലാം ഇനി വിശദീകരിച്ച് പറഞ്ഞു തരാമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിൽ 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആഹാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം പോലും ആ വ്യക്തിയുടെ ഗുണത്തിനനുസരിച്ചിട്ടാണ്. തമോ ഗുണത്തിലുള്ള വ്യക്തി ഇഷ്ടപ്പെടുന്ന ആഹാരമായിരിക്കില്ല സാത്വിക ഗുണത്തിലുള്ള ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നത്. അപ്പം ഒരു വ്യക്തി ഏത് ഗുണത്തിലാണ് എന്ന് അറിയണമെങ്കിൽ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ആ വ്യക്തിയുടെ ഗുണം മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയുന്നു, 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആയു സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധന രസ്യാ സ്നിഗ്ധ സ്ഥിരാഹൃദ്യ ആഹാര സാത്വിക പ്രിയ. സാത്വികനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആയു സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധന, ആയുസ് വർദ്ധിപ്പിക്കുന്ന, ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന, മനസ്സിന്റെ ബലം വർദ്ധിപ്പിക്കുന്ന സത്വം, സുഖപ്രീതി വിവർധന, സുഖം വർദ്ധിപ്പിക്കുന്ന, രസ്യാ സ്നിഗ്ധ സ്ഥിരാഹൃദ്യ ആഹാര സാത്വിക പ്രിയം, ഹൃദ്യമായിട്ടുള്ള ആഹാരം ആണ് സാത്വികമായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത്. അതിന്റെ വിശദീകരണത്തിൽ ശ്രീല പ്രഭാതർ പറയുന്നുണ്ട്, എല്ലാം വെജിറ്റേറിയൻ ആയിട്ടുള്ള ആഹാരമാണ്, ഹൃദ്യ അല്ലെ. വെജിറ്റേറിയൻ ആഹാരം മാത്രമേ ഹൃദ്യമാകുകയുള്ളൂ. നോൺ വെജിറ്റേറിയൻ, മറ്റൊരു ജീവിയെ കൊന്നുകൊണ്ടുള്ള ആഹാരം ഒരിക്കലും ഹൃദ്യമായിരിക്കില്ല, ഹൃദയത്തിന് സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇപ്പൊ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആഹാരം, ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ആഹാരമാണ് സാത്വിക ഗുണത്തിലുള്ള ആഹാരം എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ ശ്ലോകത്തിൽ രജോ ഗുണത്തിലുള്ള ആഹാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. രജോ ഗുണം വർദ്ധിപ്പിക്കുന്ന ആഹാരം എന്തൊക്കെയാണ്? കഡംള ലവണാത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷ വിദാഹിന ആഹാര രാജസശ്രേഷ്ഠ ദുഃഖശോകാമയപ്രദ. കടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്പ്, അമ്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുരസം അല്ലെങ്കിൽ പുളിരസം. അമ്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിരസം. ലവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുരസം, ഉപ്പ് അതേപോലെ മധുരം, ഇത് രണ്ടും ലവണമാണ്. അത്യുഷ്ണം വളരെ ചൂടുള്ളത്, തീക്ഷ്ണം വളരെ എരിവുള്ളത്, രൂക്ഷവിദാഹിന വളരെ മസാല കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ആഹാരം. ഇങ്ങനെ കൂടുതൽ എരിവ്, കൂടുതൽ പുളിപ്പ്, കൂടുതൽ ഉപ്പുരസം, കൂടുതൽ കയ്പ്, കൂടുതൽ ചൂട് ഒക്കെയുള്ള ആഹാരം രജോ ഗുണം വർദ്ധിപ്പിക്കുന്ന ആഹാരമാണ്. ഇങ്ങനെയുള്ള ആഹാരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രജോ ഗുണമാണ് വർദ്ധിക്കുന്നത്. ഈ ആഹാരം എന്താണ് നമ്മൾക്ക് നൽകുന്നത് എന്നും ഇവിടെ പറയുന്നുണ്ട്. ആഹാര രാജസശ്രേഷ്ഠ
ദുഃഖ ശോക ആമയപ്രദം. ദുഃഖം അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദുഃഖമാണ് ഉണ്ടാകുന്നത്, പ്രീതി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല. ആ ആഹാരം കഴിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാകും. പിന്നെന്താണ്? ആമയപ്രദ. ആമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമാണ്. അല്ല, ഇങ്ങനെ കൂടുതൽ എരിവും പുളിപ്പും അതേപോലെ ചൂടും കൂടുതൽ ഉപ്പും ഒക്കെ ഉള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിനകത്തെ ആ ആവരണം നഷ്ടപ്പെട്ടു പോകും. അല്ല, ആ ശ്ലേഷ്മം അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് അസുഖം ഉണ്ടാകും, അൾസർ പോലെയുള്ള അസുഖം ഉണ്ടാകും. അപ്പോൾ വയറ്റിൽ അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് രജോഗുണത്തിലുള്ള ആഹാരം അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയും. ദുഃഖശോകാമയപ്രദ. ഇനി തമോ ഗുണത്തിലുള്ള ആഹാരത്തിനെ കുറിച്ച് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. യാതയാമം ഗദരസം പൂതി പര്യൂഷിതം ചെയ്ത് ഉച്ഛിഷ്ടം അഭിജാമേദ്യം ഭോജനം താമസപ്രിയം. തമോ ഗുണത്തിലുള്ളവർ എങ്ങനെയുള്ള ആഹാരമാണ് ഇഷ്ടപ്പെടുന്നത്? യാതയാമം ഗദരസം. ആഹാരം വെച്ചിട്ട് കുറെ സമയം, ഒരു യാമം കഴിഞ്ഞതിന് ശേഷം, ഒരു യാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിലേക്ക് മാറും. അതിന്റെ രുചി മാറും, അല്ലെ? പൂതി, അതിന്റെ സ്മെല്ല്, അതിന്റെ ഗന്ധം മാറും. കേടുവന്ന ആ മണത്തിനാണ് പൂതി എന്ന് പറയുന്നത്. പൂതി പര്യൂഷിതം ചെയ്ത് ഉച്ഛിഷ്ടം, ഒരു വ്യക്തി കഴിച്ചതിന്റെ ബാക്കി കഴിക്കുന്നത്, അതും തമോ ഗുണത്തിലുള്ളതാണ്. ഉച്ഛിഷ്ടം അഭിജാമേദ്യം. ചില ജീവികൾ വിസർജ്യം കഴിക്കുന്ന ജീവികളാണ്. ഇത് എല്ലാ ജീവികളെ കുറിച്ചാണ് പറയുന്നത്, മനുഷ്യനെ കുറിച്ച് മാത്രമല്ല, എല്ലാ ജീവികൾക്കും ഈ നിയമം ബാധകമാണ്. ചില ജീവികൾ വിസർജ്യ വസ്തുക്കൾ കഴിക്കുന്ന ജീവികൾ, ഇതൊക്കെ തമോ ഗുണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. തമോ ഗുണത്തിലുള്ളവർക്ക് കേടുവന്ന പഴയ ആഹാരമാണ് ഇഷ്ടമുണ്ടാകുക, അല്ലെ? അവർക്ക് ഓരോ ദിവസം കഴിയുന്തോറും അത് കൂടുതൽ ഇഷ്ടപ്പെട്ടു വരും. പഴയതാവും തോറും അവർക്ക് ആഹാരം കൂടുതൽ ഇഷ്ടമാണ്, നല്ല രുചിയുണ്ടെന്ന് പറയും. അതെന്തുകൊണ്ടാണ്? തമോ ഗുണമാണ് അതിന് കാരണം. തമോ ഗുണത്തിലുള്ള ആഹാരമാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ 3 തരത്തിലുള്ള ആഹാരത്തിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. സത്വരജസ്തമോ ഗുണങ്ങളിലുള്ള ആഹാരം. അതിനുശേഷം ഭഗവാൻ വ്യത്യസ്ത തരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 3 തരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സാത്വികമായിട്ടുള്ള യജ്ഞം. ഒരു യജ്ഞം സാത്വികമാകണമെങ്കിൽ എന്ത് വേണം? അഫലാകാംക്ഷിഭിർ യജ്ഞോ വിധിദിഷ്ടോ യജ്ഞതേ യഷ്ടവ്യം മേവേദി മന സമാധായസ സാത്വിക. അഫലാകാംക്ഷിഭിർ യജ്ഞം, ഫലം പ്രതീക്ഷിക്കാതെ തന്റെ കടമയാണ് എന്നുള്ള രീതിയിൽ യജ്ഞം ചെയ്യുകയാണെങ്കിൽ ആ യജ്ഞമാണ് സാത്വികമായിട്ടുള്ള യജ്ഞം. വിധിദിഷ്ടോ യജ്ഞതേ, വിധിപ്രകാരം ശാസ്ത്രവിധിയൊക്കെ നോക്കി വേദങ്ങളിൽ നിർദ്ദേശിച്ച പ്രകാരം തന്നെ യജ്ഞം ചെയ്യുകയാണെങ്കിൽ ആ യജ്ഞം സാത്വികമായിട്ടുള്ള യജ്ഞമാണ് എന്ന് പറയും. ഇനി എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി, ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ പേരെടുക്കാൻ വേണ്ടി, സമൂഹത്തിൽ ഞാൻ ഇന്ന യജ്ഞം ചെയ്ത വ്യക്തിയാണ് എന്നുള്ള പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്ന യജ്ഞം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന യജ്ഞം, ഇതൊക്കെ രജോ ഗുണത്തിലുള്ള യജ്ഞങ്ങളാണെന്നാണ് 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അഭിസന്ധായതു ഫലം ദമ്പാർത്ഥം അഭിചൈവയത് ഇജ്ജതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. സമൂഹത്തിൽ പേരെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ധനസമ്പാദനത്തിന് വേണ്ടി ഒക്കെ ചെയ്യുന്ന യജ്ഞം രജോ ഗുണത്തിലുള്ള യജ്ഞമാണെന്ന് പറയും. ഇനി തമോ ഗുണത്തിലുള്ള യജ്ഞം എന്താണെന്ന് പറയുന്നുണ്ട് 13ാമത്തെ ശ്ലോകത്തില്. വിധിഹീനം അസൃഷ്ടാനം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വേദങ്ങളിലൊന്നും പറയാത്ത പുതിയ തരത്തിലുള്ള യജ്ഞങ്ങൾ, സ്വന്തമായിട്ട് പുതിയ വഴിപാടുകളൊക്കെ കണ്ടുപിടിച്ച് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. വേദങ്ങളിൽ പറയാത്ത യജ്ഞങ്ങൾ ചെയ്യുന്നത് മന്ത്രഹീനം, വേദങ്ങളിൽ അല്ലാത്ത സ്വന്തം മന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന യജ്ഞം. ശ്രദ്ധാവിരഹിതം, അതിൽ വിശ്വാസമില്ലാതെ ചെയ്യുന്ന യജ്ഞമാണ് തമോ ഗുണത്തിലുള്ള യജ്ഞം എന്ന് പറയും. ഇങ്ങനെ 3 വിധത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. ഇനി തപസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ശാരീരികമായിട്ടുള്ള തപസ്, വാഗ്മയമായിട്ടുള്ള തപസ്, മനോമയമായിട്ടുള്ള തപസ്, മാനസികമായിട്ടുള്ള തപസ് എന്തൊക്കെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. 14ാമത്തെ ശ്ലോകത്തില് ശാരീരികമായിട്ടുള്ള തപസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യ അഹിംസാച ശാരീരം തപ
ഉച്യതേ. ദേവദ്വിജ ഗുരു പ്രാജ്ഞ. ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാര്, ദ്വിജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികള്, ബ്രാഹ്മണന്മാര്, ഗുരു ആത്മീയ ഗുരു, പ്രാജ്ഞ പ്രായം ചെന്ന ആളുകള്, ഇവരൊക്കെ ബഹുമാനിക്കുന്നത്, പൂജനം, ഇവരൊക്കെ തന്നെക്കാൾ മുതിർന്ന വ്യക്തികളെ ബഹുമാനിക്കുന്നത്. അതേപോലെ ശൗചം ആർജവം, ശാരീരികവും മാനസികമായിട്ടുള്ള ശുചിത്വം, ആർജവം സത്യസന്ധത, ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുന്നത്, അഹിംസ മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കാതിരിക്കുന്നത്, ഇതൊക്കെ ശാരീരികമായിട്ടുള്ള തപസ്സാണ്, ശാരീരിക നിലവാരത്തിലുള്ള തപസ്സാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വാഗ്മയമായിട്ടുള്ള തപസ്, വാക്കുകൊണ്ടുള്ള തപസ് എന്താണെന്ന് പറയുന്നു 15ാമത്തെ ശ്ലോകത്തില്. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്ത് സ്വാധ്യായ അഭ്യസനം ചെയ്യുക വാഗ്മയം തവ ഉച്ചതേ. മറ്റുള്ളവർക്ക് ഉദ്വേഗം ഉണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് ഉത്കണ്ഠയുണ്ടാക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക, സത്യം മാത്രം പറയുക, പ്രിയഹിതം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ പറയുക, ഇതൊക്കെ വാഗ്മയമായിട്ടുള്ള തപസ്സാണ്. മറ്റുള്ളവരെ ഉത്കണ്ഠപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കാതിരിക്കുക. സ്വാധ്യായ അഭ്യസനം ചെയ്യുക, വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി പഠിക്കുക, ഇതൊക്കെ എന്താണ്? വാഗ്മയമായിട്ടുള്ള തപസ്സാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി മാനസികമായിട്ടുള്ള തപസ്സിനെ കുറിച്ച് 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസം ഉച്ചതേ. സൗമ്യത, സംതൃപ്തി, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി എന്നിവ മാനസികമായിട്ടുള്ള തപസ്സിൽപ്പെടുന്നു. മനസ്സിൽ സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, നിയന്ത്രണം, മനസ്സിലുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ക്രോധം, ഇങ്ങനെയുള്ള വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്, ഇതെല്ലാം മാനസികമായിട്ടുള്ള തപസ്സായിട്ട് പറഞ്ഞിരിക്കും. ഇപ്പൊ 3 തരം തപസ്സിനെ കുറിച്ച് പറഞ്ഞു. ശാരീരികമായിട്ടുള്ള തപസ്, വാഗ്മയമായിട്ടുള്ള തപസ്, മാനസികമായിട്ടുള്ള തപസ്. ഈ 3 തപസ്സുകളും സത്വഗുണത്തിലും രജോഗുണത്തിലും തമോ ഗുണത്തിലും ആകാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ശ്രദ്ധയാ പര്യാദത്വം തപസ്ത ത്രിവിധം നരേ അഫലാകാംക്ഷിഭിർ യുക്തേ സാത്വികം പരിചക്ഷതേ. വിശ്വാസപൂർവം പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ഫലമൊന്നും ആഗ്രഹിക്കാതെ ഈ തപസ്സുകൾ ചെയ്താൽ, ഈ 3 തപസ്സുകളും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ശാരീരികവും മാനസികവും വാഗ്മയവുമായിട്ടുള്ള തപസ് ഫലമൊന്നും പ്രതീക്ഷിക്കാതെ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തു പോന്നാൽ അത് സാത്വികമായിട്ടുള്ള തപസ്സായിട്ട് മാറും. ഇനി ഇതേ തപസ്സുകൾ നമ്മൾ പേരെടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബഹുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ, ഞാൻ വലിയ തപസ് ചെയ്യുന്ന ആളാണ്, ഞാൻ വലിയ വ്രതം എടുക്കുന്ന ആളാണ്, അല്ലെ, ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന ആളാണ്. അങ്ങനെ അവർ ചെയ്യുന്ന തപസ്സുകളൊക്കെ അവർ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും, ആളുകളോട് പറയും. എന്തിനു വേണ്ടിയിട്ടാ? എല്ലാവരും നമ്മളെ ബഹുമാനിക്കണം, ഞാനൊരു തപസ്വിയാണ്, ഞാൻ നിങ്ങളെ പോലെ ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ആ തപസ് ചെയ്തു കഴിഞ്ഞാൽ ആ തപസ് എന്തായിട്ട് മാറും? രജോ ഗുണത്തിലുള്ള തപസ്സായിട്ട് മാറും. സത്കാരമാന പൂജാർത്ഥം തപോദമ്പേന ചെയ്യത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലം അധ്രുവം. അപ്പൊ നമ്മൾ ചെയ്യുന്ന തപസ് ഒരേ മാതിരിയായിരിക്കും, പക്ഷെ നമ്മുടെ മനോഭാവം അനുസരിച്ച് അതിന്റെ ഗുണം മാറിക്കൊണ്ടിരിക്കും, അതിന്റെ റിസൾട്ടും അതിനനുസരിച്ച് മാറും. ഇനി തമോ ഗുണത്തിലുള്ള തപസ്സിനെ കുറിച്ച് പറയുന്നു. മൂഢഗ്രാഹേണ ആത്മനോ യത് പീഡയാ ക്രിയതേ തപ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസം ഉദാഹരണം. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തപസ്, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സ്വയം പീഡനം അനുഭവിച്ചുകൊണ്ടുള്ള തപസ്, സ്വന്തം ശരീരത്തിനെ ദ്രോഹിച്ചുകൊണ്ടുള്ള തപസ്, അല്ലെ, നമ്മൾ പല അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ കാണാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ശൂലം തറച്ചു കയറ്റുന്നത്, ഇങ്ങനെയുള്ള തപസ്സുകളൊക്കെ സ്വന്തം ശരീരത്തിനെ ഉപദ്രവിച്ചുകൊണ്ടുള്ള തപസ്. അതിന്റെ ഉദ്ദേശം എന്താണ്? ചില ആളുകൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി തപസ് ചെയ്യും. ഇങ്ങനെയുള്ള തപസ്സുകളൊക്കെ സ്വയം പീഡിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയും ചെയ്യുന്ന തപസ്സുകൾ തമോ ഗുണത്തിലുള്ള തപസ്സാണ് എന്ന് പറയുന്നു. അതിനുശേഷം ദാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാനവും 3 വിധത്തിലുണ്ട്.
സത്വഗുണത്തിലും രജോഗുണത്തിലും തമോ ഗുണത്തിലുമുള്ള ദാനമുണ്ട്. സത്വഗുണത്തിലുള്ള ദാനത്തിനെ കുറിച്ചാണ് 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ദാതവ്യം ഇതി യദ്ദാനം ദീയതേ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ഫലമൊന്നും പ്രതീക്ഷിക്കാതെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വിധിപ്രകാരം വേണ്ടുന്ന സ്ഥലത്ത് ദേശേ കാലേജ പാത്രേജ, ദേശവും കാലവും പാത്രവും ഒക്കെ നോക്കി അനുയോജ്യമായിട്ടുള്ള ദേശത്ത് വെച്ച് അനുയോജ്യമായിട്ടുള്ള വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള സമയത്ത് ചെയ്യുന്ന ദാനം, അത് സാത്വികമായിട്ടുള്ള ദാനമാണ്. ഇനി രജോഗുണത്തിലുള്ള ദാനം എങ്ങനെയായിരിക്കും? യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യമാപുന ദീയതേച്ച പരിക്ലിഷ്ടം തദ്ദാനം രാജസം മൃതം. എന്തെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും ദാനം ചെയ്യുകയാണെങ്കിൽ അത് രജോഗുണത്തിലായി പോകും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ വാങ്ങുന്ന ആള് പിന്നീട് എനിക്ക് എന്തെങ്കിലും തരാൻ സാധ്യതയുണ്ട്, അത് കൊടുക്കുന്നത് നല്ലതാണ് എന്നങ്ങനെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനം രജോ ഗുണത്തിലുള്ള ദാനമാണ്. പ്രത്യുപകാരാർത്ഥം, യത്തു പ്രത്യുപകാരാർത്ഥം. അദ്ദേഹം ഇന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇദ്ദേഹം അത് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനം രജോ ഗുണത്തിലുള്ള ദാനമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി തമോ ഗുണത്തിലുള്ള ദാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതം അവജ്ഞാതം തത്താമസം ഉദാഹൃതം. ദേശവും കാലവും പാത്രവും ഒന്നും നോക്കാതെ, ആർക്കാണ് കൊടുക്കുന്നത് എന്നറിയില്ല, അവർ ഈ പണം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയുന്നില്ല, ദേശവും കാലവും ഒന്നും നോക്കുന്നില്ല, മാത്രമല്ല ദാനം ചെയ്യുന്ന വ്യക്തിക്ക് വളരെയധികം അവരെ സൽക്കരിച്ച് അവർക്ക് വേണ്ട ബഹുമാനമൊക്കെ കൊടുത്തിട്ടാണ് ദാനം ചെയ്യേണ്ടത്. അതാണ് സാത്വികമായിട്ടുള്ള ദാനം. പക്ഷെ ഇവിടെ അവജ്ഞയോടുകൂടി അല്ല, ഇത് കൊണ്ടുപോയി ജീവിക്കൂ എന്ന് പറഞ്ഞിട്ട് അവജ്ഞയോടുകൂടി ചെയ്യുന്നതാണ്. ആർക്കാണ് കൊടുക്കുന്നത് എന്നറിയുന്നില്ല, അവര് എന്താണ് ആ ദാനം ലഭിച്ച വസ്തുവിനെ കൊണ്ട്, ആ ഫലം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും അറിയുന്നില്ല. ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ ചെയ്യുന്ന ദാനമാണ് തമോ ഗുണത്തിലുള്ള ദാനം എന്ന് പറയുന്നത്. അപ്പം ഭഗവാൻ ഇവിടെ നമ്മൾ ഈ അദ്ദേഹത്തിൽ മനസ്സിലാക്കി, ഭഗവാൻ യജ്ഞത്തിനെ കുറിച്ചും ദാനത്തിനെ കുറിച്ചും തപസ്സിനെ കുറിച്ചും വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളെ കുറിച്ചും ആഹാരത്തിനെ കുറിച്ചും ഒക്കെ അതിന്റെ ഗുണവിഭാഗങ്ങൾ പറഞ്ഞതാണ്. ഏതൊക്കെ ഗുണത്തിൽപ്പെട്ടതാണ് യജ്ഞവും ദാനവും തപസ്സും ആഹാരവും വിശ്വാസവും എന്നൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം ഭഗവാൻ 23ാമത്തെ ശ്ലോകത്തിൽ ഓം തത്സദിതി, ഓം തത്സത് എന്താണെന്ന് പറഞ്ഞു തരുന്നു. അപ്പൊ വേദങ്ങളിലും യജ്ഞം ചെയ്യുന്ന സമയത്തുമൊക്കെ ബ്രാഹ്മണന്മാർ ഓം തത്സത് എന്ന് പറയാറുണ്ട്. ഓം തത്സത് എന്താണ് ഈ ഓം തത്സത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. 23ാമത്തെ ശ്ലോകത്തില് ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണ ത്രിവിധ സ്മൃത ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാപുര. വേദങ്ങളിലും യജ്ഞം ചെയ്യുന്ന സമയത്തും ബ്രാഹ്മണന്മാര് ഒക്കെ ഈ ഓം തത്സത് എന്ന് പറയാറുണ്ട്. അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ തന്നെയാണ് ഓം തത്സത് എന്നുള്ള ആ വാക്ക് ഉദ്ദേശിക്കുന്നത്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണ് ഓം തത്സത് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഭഗവാനാണ് യജ്ഞപുരുഷനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഓം തത്സത്, പരമപുരുഷനായിട്ട് ചെയ്യുന്ന യജ്ഞമെല്ലാം സത്ത് ആണ് എന്ന് പറയുന്നു. സത്ത്, അതിന് എല്ലാ കാലത്തും അതിന്റെ ഫലം നിലനിൽക്കും. ഭഗവാന് വേണ്ടി ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം ആത്മീയ നിലവാരത്തിലുള്ളതാണ്. അത് ഈ പറഞ്ഞിട്ടുള്ള സത്വഗുണത്തിലോ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ഉള്ളതല്ല, അത് ആത്മീയ നിലവാരത്തിലുള്ളതാണ്. അതിന്റെ ഫലവും ആത്മീയമാണ് എന്ന് പറയും. ഇനി അതല്ല, ഭഗവാന് വേണ്ടി അല്ലാത്ത യജ്ഞങ്ങൾ, ഭഗവാനെ കണക്കിലെടുക്കാതെ, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ, ഭഗവാന്റെ ഇഷ്ടം ഒന്നും കണക്കിലെടുക്കാതെ ചെയ്യുന്ന യജ്ഞങ്ങൾ, അതിനെക്കുറിച്ചാണ് 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അശ്രദ്ധയാ ഹുതം ദത്തം തപസ്തപ്തം കൃതം ചെയ്ത് അസത് ഇത്യുച്ഛതേ പാർത്ഥ നച തത് പ്രേത്യ നോയിഹ.
അശ്രദ്ധയ, ഈശ്വരനിൽ വിശ്വാസമില്ലാതെ, വേദമന്ത്രങ്ങൾ അനുസരിക്കാതെ, വേദനിർദ്ദേശങ്ങളൊന്നും അനുസരിക്കാതെ ചെയ്യുന്ന യജ്ഞവും ദാനവും തപസ്സും. വേദവിധി അനുസരിക്കാതെ ഭഗവാനിൽ വിശ്വാസമില്ലാതെ ചെയ്യുന്ന യജ്ഞവും ദാനവും തപസ്സും എല്ലാം ഭഗവാൻ എന്തായിട്ടാണ് പറയുന്നത്? അസത് ഇത്യുച്ഛതേ. അതെല്ലാം അസത്തായി പോകും. അസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പില്ലാത്തത്, അതിന് യാതൊരു ഫലവുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്ക് അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്? ഭഗവാൻ അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് 9-ാമത്തെ അധ്യായത്തിൽ, യത് കരോഷി യദസ്നാസി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ മദർപ്പണം. നമ്മൾ യജ്ഞം ചെയ്യുകയാണെങ്കിലും ദാനം ചെയ്യുകയാണെങ്കിലും തപസ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും, നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിലും എല്ലാം എന്ത് വേണം? ഭഗവാന് അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോഴാണ് അതിന് യഥാർത്ഥ റിസൾട്ട് ലഭിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ അത് അസത് ഇത്യുച്ഛതേ പാർത്ഥ, അല്ലെങ്കിൽ അത് അസത്തായി പോകും. ഭഗവാന് വേണ്ടി അല്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ അസത്തായി പോകും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ എന്താണ് പ്രശ്നം? അസത് ഇത്യുച്ഛതേ പാർത്ഥ നച്ചതത് പ്രേത്യ നോയിഹ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട്, ഭഗവാന് വേണ്ടി അല്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട്, ഭഗവാൻ അർപ്പിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ലോകത്തിലോ പരലോകത്തിലോ നച്ചതത് പ്രേത്യ നോ ഇഹ, ഈ ലോകത്തിലോ പരലോകത്തിലോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് പറയും. അതിന് യാതൊരു റിസൾട്ടും ഇല്ല, അല്ലെ? അത് നമ്മൾ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അത് നമ്മൾ വെറുതെ കഠിനാധ്വാനം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഫലമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും ഭഗവാന് അർപ്പിച്ചുകൊണ്ടാണ് യജ്ഞവും ദാനവും തപസ്സും ഒക്കെ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്ന് ഉപരിയായിട്ട് കർമ്മം ചെയ്യാൻ സാധിക്കും. അപ്പൊ ഭഗവാൻ അർപ്പിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഏതിലായിരിക്കും? ഒന്നുകിൽ സത്വഗുണത്തിലോ രജോഗുണത്തിലോ തമോ ഗുണത്തിലോ ആയിരിക്കും. ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അത് സത്തായിട്ട് മാറും, അത് ആത്മീയ നിലവാരത്തിലുള്ളതായിട്ട് മാറും. അതിനാണ് യഥാർത്ഥ ഫലം നമ്മൾക്ക് ലഭിക്കുന്നത്. ഒരിക്കലും നശിക്കാത്ത ഫലം ലഭിക്കുന്നത് അങ്ങനെ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്. അല്ലെങ്കിൽ അത് സത്വഗുണത്തിലോ രജോഗുണത്തിലോ തമോ ഗുണത്തിലോ ഉള്ള പ്രവർത്തനമായിട്ട് മാറും. സാത്വിക ഗുണത്തിലാണെങ്കിൽ സാത്വികമായിട്ടുള്ള ഫലമാണ് നമ്മൾക്ക് ലഭിക്കുക. തമോ ഗുണത്തിലുള്ളതാണെങ്കിൽ അതിന്റെ വിപരീത ഫലമാണ് നമ്മൾക്ക് ലഭിക്കുക, അല്ലെ? തമോ ഗുണത്തിൽ നമ്മൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ അതിന് വിപരീത ഫലമുണ്ട്. നമ്മൾ ചെയ്യുന്ന ദാനം കൊണ്ട് ഒരു വ്യക്തി മദ്യപാനം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം മദ്യപിച്ചതിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഒരു പങ്ക് നമ്മൾക്കുമുണ്ട്. നമ്മൾ മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവർത്തനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ ആ ദാനത്തിന് എന്ത് റിസൾട്ടാണുള്ളത്? വിപരീത ഫലമാണുള്ളത്. അതുകൊണ്ടാണ് ദേശകാല പാത്രങ്ങൾ നോക്കി ദാനം ചെയ്യണമെന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു ഭഗവാന് വേണ്ടി ചെയ്യുക. ഭഗവാന്റെ സേവന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യഥാർത്ഥ ദാനം ചെയ്യേണ്ടത്. മറ്റുള്ള ദാനങ്ങൾ യാതൊരു ഫലവും ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ യജ്ഞമാണെങ്കിലും തപസ്സാണെങ്കിലും എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളത് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അസത് ഇത്യുച്ഛതേ പാർത്ഥ നച്ച തത് പ്രേത്യ നോയിഹ. ഭഗവാൻ വിശ്വാസമില്ലാതെ, ഭഗവാൻ അർപ്പിക്കാതെ ചെയ്യുന്ന യജ്ഞവും ദാനവും തപസ്സൊന്നും പ്രയോജനമില്ലാത്തതാണ്, അതൊക്കെ അസത്താണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എത്രയാണ് ഭഗവത്ഗീതയിലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അടുത്ത അധ്യായം ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. മാത്രമല്ല ഇതുവരെയുള്ള ഭഗവത്ഗീതയുടെ മുഴുവൻ ചുരുക്കം രൂപത്തിൽ ഭഗവാൻ അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. 18-ാമത്തെ അധ്യായം വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു അധ്യായമാണ്. നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഹരേ കൃഷ്ണ. 78 ശ്ലോകങ്ങളുണ്ട് അടുത്ത അധ്യായത്തിൽ. ഓക്കെ, ഇന്ന് നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം.
ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ടോ? ശ്രീകൃഷ്ണ 24-ാമത്തെ ഒന്ന് പറയുമോ പ്രഭുജി? തസ്മാത് ഓം ഇത്യുദാഹൃത്യ യജ്ഞദാന തപക്രിയ പ്രവർത്തന്തേ വിധാനാക്തോ സതതം ബ്രഹ്മവാദിന. ഓം തത്സത് എന്നുള്ള ആ ഒരു വാക്ക് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ ഓരോ വാക്കും വിശദമാക്കി പറയുന്നുണ്ട്. അതിൽ ഓം എന്താണ് എന്നാണ് പറയുന്നത്. തസ്മാത് ഓം ഇത്യുദാഹൃത്യ യജ്ഞദാന തപക്രിയ പ്രവർത്തന്തേ വിധാനാക്തോ സതതം ബ്രഹ്മവാദിന. യഥാർത്ഥത്തിൽ വേദവിധി അനുസരിക്കുന്ന വ്യക്തികൾ ഓം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ യജ്ഞവും ദാനവും തപസ്സും ചെയ്യുന്നത്. ആ ഓം എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിക്കുന്നതാണ്? പരമപുരുഷനെ ഉദ്ദേശിക്കുന്നതാണ് ഓം എന്നുള്ള വാക്ക് എന്നും പറയുന്നുണ്ട്. അപ്പം ഓം എന്നുള്ള വാക്ക് പരമപുരുഷനായിട്ടുള്ള ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് വേദനിർദ്ദേശ പ്രകാരമാണ് എന്നും പറയുന്നുണ്ട്. യജ്ഞങ്ങളിൽ അർപ്പിക്കുന്ന ഓം എന്നുള്ള ശബ്ദം ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഭഗവാനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെയും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, പ്രണവ സർവവേദേഷു, എല്ലാ വേദങ്ങളിലും പറഞ്ഞിട്ടുള്ള ഓംകാരം എന്ന് പറയുന്നത് ഭഗവാനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ ഇന്നത്തെ അധ്യായത്തിൽ? ഓക്കെ, അപ്പം നമ്മൾക്ക് അടുത്ത ദിവസം തുടർന്ന് വായിക്കാം. അടുത്ത അധ്യായം, അവസാനത്തെ അധ്യായം, സന്യാസത്തിന്റെ പരിപൂർണത. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി. ശീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി.